നമ്മൾ ഒരു വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ മാങ്ങ, തേങ്ങ, ഈ കിണറിലെ വെള്ളം ഇതിനൊക്കെ നാം ഉടമസ്ഥനോട് പ്രത്യേക അനുവാദം വാങ്ങണമോ? അല്ലാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയുമോ? വീട് വാടകയ്ക്കെടുക്കുമ്പോൾ വെള്ളം എന്നത് വീട്ടിന് അനിവാര്യമായ കാര്യമായതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് അനുവാദമൊന്നും വേണ്ട. കാരണം ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ വെള്ളം, അവർക്ക് കിടക്കാനുള്ള റൂം പോലെ തന്നെ വെള്ളവും ആവശ്യമാണ്. അപ്പോൾ ഈ വാടക എന്ന് പറയുന്നത് വീടിനും ആ വീട്ടിൽ വെള്ളമുണ്ടെങ്കിൽ വെള്ളത്തിനും കൂടിയുള്ളതാണ്. പിന്നെ വീട്ടിലെ മറ്റ് വിഭവങ്ങൾ, തേങ്ങ, മാങ്ങ, ചക്ക, അതൊക്കെ ഉടമസ്ഥൻ്റെ അനുവാദം വേണം. നമ്മളിപ്പോൾ ഒരു വീട് താമസിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്നതൊക്കെ നമുക്കുള്ളതാണ് എന്ന് നമ്മൾ തീരുമാനിക്കരുത്. തേങ്ങ, മാങ്ങ, ചക്ക ഇതൊക്കെ അത് ഉടമസ്ഥൻ്റെ അനുവാദത്തോടു കൂടി നമ്മൾ പറയണം. ഇന്നലെ ഒരു ചക്ക പഴുത്ത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഞങ്ങൾ മക്കളൂടെ കഴിക്കുകയാണ്, പൊരുത്തം വേണം, തീർച്ചയായിട്ടും വാങ്ങണം. അല്ലാതെ നമ്മൾ ഒരിക്കലും കഴിക്കുക. ഞാനിങ്ങനെ ഓർത്തു പോകുന്നുണ്ട്, പണ്ടൊക്കെ ഞങ്ങൾ ദറസിൽ പഠിക്കുന്ന സമയത്ത്, നമ്മൾ മുത്തഅല്ലിമീങ്ങൾ ചെറിയ പ്രായമാണ്, ദറസിലിങ്ങനെ പഠിക്കുന്ന സമയത്തൊക്കെ ഉസ്താദ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉസ്താദ് ഇങ്ങനെ പറയും, എന്താണ്, പള്ളിയുടേതാണ്, തേങ്ങയാണെങ്കിലും മാങ്ങയാണെങ്കിലും പഴമാണെങ്കിലും എന്താണെങ്കിലും പള്ളിയുടെ വസ്തുവിലുണ്ടായതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ചെറിയ പൈസ പള്ളിയുടെ കാണിക്ക വഞ്ചിയിൽ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടണമെന്ന് പറയും. അപ്പോൾ നമ്മൾ കഴിക്കുന്നതിനൊക്കെ ഒരു പൊരുത്തം ആവശ്യമാണ്. വാടക വീട്ടിൽ താമസിക്കുന്നതിന് വാടക കൊടുക്കുക, പിന്നെ തേങ്ങയും മാങ്ങയും ഫ്രൂട്ട്സും ഒക്കെ അവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് അതിൻ്റെ ഉടമസ്ഥയിൽ നിന്ന് തീർച്ചയായിട്ടും നമ്മൾ അനുവാദം വാങ്ങിയിരിക്കണം.